ഹായ് ഓൾ, മാനുഫാക്ചറിങ് പ്രോസസ്സിലെ സെക്കൻഡ് മൊഡ്യൂളിലെ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആർക്ക് വെൽഡിങ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി നമ്മൾ ഗ്യാസ് വെൽഡിംഗ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഗ്യാസ് വെൽഡിംഗ്? ഇറ്റ് ഈസ് എ ഫ്യൂഷൻ വെൽഡിംഗ് പ്രോസസ്സ്. ഒരു ഫ്യൂഷൻ പ്രോസസ്സാണ്. ഫ്യൂഷൻ വെൽഡിംഗ് പ്രോസസ്സ് എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. നമ്മൾ ആർക്ക് വെൽഡിങ്ങിന് അല്ലെങ്കിൽ മെറ്റൽ ഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ആർക്കായിരുന്നു. എന്നാൽ അതിന് പകരം ഇവിടെ ഒരു ഗ്യാസ് ഫ്ലെയിമാണ്. അതാണ് ഗ്യാസ് വെൽഡിങ്ങിനുള്ള മെയിൻ ഡിഫറൻസ്. ഗ്യാസ് ഫ്ലെയിമാണ് ഉപയോഗിക്കുന്നത് മെറ്റൽ ജോയിൻ ചെയ്യാൻ. പല ടൈപ്പ് കോമ്പിനേഷൻസ് ഉപയോഗിക്കാറുണ്ട്. സാധാരണ ഒരു ഫ്യൂൽ ഗ്യാസും അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഗ്യാസുമാണ്. 2 ഗ്യാസുകളാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കാറ്. അതിന് ഫ്യൂൽ ഗ്യാസായിട്ട് അസറ്റിലിൻ ഉപയോഗിക്കാറുണ്ട്, ഹൈഡ്രജൻ അല്ലെങ്കിൽ പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ കൂടെ സപ്പോർട്ടിംഗ് ഗ്യാസായിട്ട് ഉപയോഗിക്കുക ഓക്സിജനാണ്. അപ്പോൾ ഓക്സി അസറ്റിലിറ്റി, ആ കോമ്പിനേഷന് ഓക്സി അസറ്റിലിൻ ഗ്യാസ് എന്ന് പറയും. അതുപോലെ ഓക്സി ഹൈഡ്രജനാണ് ഉപയോഗിക്കുന്നത്. കോൾ ഗ്യാസാണ് ഓക്സി കോൾ ഗ്യാസ്. ഇനി ബ്യൂട്ടൈനോ പ്രൊപ്പൈനോ LPG ആണെങ്കിൽ ഓക്സി LPG എന്നൊക്കെ പറയും. അങ്ങനെ ഓരോ കോമ്പിനേഷൻ. മെയിനായിട്ടുള്ള അതിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഇത് ഓക്സി അസറ്റിലിൻ വെൽഡിംഗ് ആണ്. അതിൻ്റെ ഫിഗറാണ്. അസറ്റിലിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് C2H2. അപ്പോൾ C2H2 + O2 മിക്സ്ചറാണ് വെൽഡിംഗ് ടോർച്ചിലേക്ക് വരുന്നത്. 2 ഗ്യാസിൻ്റെയും കൂടെ മിക്സ്ചർ. ഒരു ഫില്ലർ റോഡ് ഉപയോഗിച്ച് നമ്മൾ ഫ്ലെയിം കൊടുത്ത് മെറ്റലിനെ അതിൽ ജോയിൻ ചെയ്യേണ്ട അല്ലെങ്കിൽ വെൽഡ് ചെയ്യേണ്ട ഭാഗത്തെ നമ്മൾ അതിൻ്റെ ഡയറക്ഷനിൽ കാണിച്ചുകൊണ്ട് വെൽഡ് ചെയ്യുന്നത്. വെൽഡിങ് ഫില്ലർ റോഡ് ഉണ്ട്, ടോർച്ച്, അതുപോലെ സോളിഡിഫൈഡ് വെൽഡ് മെറ്റൽ, ബേസ് മെറ്റൽ, മോൾട്ടൻ വെൽഡ് മെറ്റൽ. ഇതാണൊരു ടിപ്പിക്കൽ വെൽഡിങ്, ഗ്യാസ് വെൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഓക്സി അസറ്റിലിൻ വെൽഡിങ്ങിൻ്റെ പിക്ചർ. ഇനി ഓക്സി അസറ്റിലിൻ വെൽഡിങ് നമ്മൾ പറഞ്ഞൊരു കോമൺ മെത്തേഡാണ് ഗ്യാസ് വെൽഡിങ്ങിലെ. ഇതിൽ ഓക്സിജനും അസറ്റിലിൻ ഗ്യാസുമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ടെമ്പറേച്ചർ മെറ്റൽ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാകത്തിന് അത്രയും ഒരു 3200 ഡിഗ്രി സെൽഷ്യസ് വരെ ഇൻക്രീസ് ആവാറുണ്ട്. പിന്നെ ഈ ഓക്സി അസറ്റിലിൻ ഫ്ലെയിം നമ്മൾ ബ്രേസിങ്ങിനും ഉപയോഗിക്കാറുണ്ട്, ഇതേ സെയിം കോമ്പിനേഷനിലുള്ള. പിന്നെ ഇതിൽ കെമിക്കൽ റിയാക്ഷൻസ് മുഴുവൻ എക്സോതെർമിക് ആണ്. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് പുറത്തേക്ക് വിടുന്ന ടൈപ്പ് റിയാക്ഷൻ. ആ ഹീറ്റാണ് നമ്മുടെ മെറ്റൽ മെൽറ്റ് ആവാൻ അല്ലെങ്കിൽ മോൾട്ടൻ സ്റ്റേറ്റിലേക്ക് ആവാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതാണ് ഒരു ഓക്സി അസറ്റിലിൻ വെൽഡിംഗ് സിസ്റ്റത്തിൻ്റെ സെറ്റപ്പ്. അതിൽ 2 സിലിണ്ടർ ഉണ്ടാവും. ആ സിലിണ്ടർ ബ്ലാക്ക് സിലിണ്ടറിലായിരിക്കും ഓക്സിജൻ ഫില്ല് ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ കളറ് ഇമ്പോർട്ടൻ്റ് ആണ്. കളറ് ബ്ലാക്ക് തന്നെ ആവും എപ്പോഴും. അതുപോലെ ഫ്യൂൽ ഗ്യാസിൻ്റെ സിലിണ്ടർ, ഇപ്പോൾ അസറ്റിലിൻ ആണെങ്കിൽ അതിലെ കളറ് മെറൂൺ കളറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ 2 സിലിണ്ടറിൻ്റെ മുകളിലും പ്രഷർ റെഗുലേറ്റേഴ്സ് ഉണ്ട്. പ്രഷർ റെഗുലേറ്റേഴ്സ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ സിലിണ്ടറിനകത്തുള്ള സെയിം പ്രഷറിലല്ല നമുക്ക് വെൽഡിംഗ് ടോർച്ചിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഒന്ന് ആ സിലിണ്ടറിൻ്റെ പ്രഷറും പിന്നെ ഒന്ന് ഡെലിവറി പുറത്തേക്ക് നമ്മൾ കൊടുക്കുന്ന നമ്മൾ വാൽവ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്തിട്ട് ആണ് പോകുക. അപ്പം ഇപ്പോൾ ഡെലിവറി പ്രഷറും കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രഷർ റെഗുലേറ്റേഴ്സ് വെച്ചിട്ടുള്ളത്. 2 പ്രഷർ റെഗുലേറ്റേഴ്സ് ഉണ്ട്. ആ പ്രഷർ റെഡ്യൂസ് ചെയ്യാനും കൂടെയാണ് അതിൽ നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. വെൽഡിംഗ് ടോർച്ചിൽ വെച്ചാണ്, ഹോസ് വഴി വെൽഡിംഗ് ടോർച്ചിലേക്ക് ഈ 2 ഗ്യാസുകളും കണക്ട് ചെയ്തിട്ടുണ്ട്. വെൽഡിംഗ് ടോർച്ചിൽ വെച്ചാണ് ഈ 2 ഗ്യാസുകളും മിക്സായി അത് അതിൻ്റെ ടിപ്പിലൂടെ അവിടെ ഫ്ലെയിം ഉണ്ടായി അത് നമ്മൾ വർക്ക് പീസിൻ്റെ അല്ലെങ്കിൽ ജോയിൻ ചെയ്യേണ്ട സ്ഥലത്തേക്ക് ആ ഫ്ലെയിം കാണിച്ചിട്ടാണ് നമ്മൾ ഇത് വെൽഡിംഗ് പ്രോസസ്സ് ചെയ്യുന്നത്. ഇതാണ് ഒരു ടിപ്പിക്കൽ ഫിഗർ. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗർ. കുറച്ചുകൂടെ പാർട്സുകൾ ഡീറ്റെയിൽ ആയിട്ട് ഇതാണ് നിങ്ങൾ വരച്ചെടുക്കേണ്ട ഫിഗർ. മറ്റേത് കുറച്ചുകൂടെ മനസ്സിലാകാൻ എളുപ്പമായിരുന്നു, കളർ കോമ്പിനേഷനൊക്കെ ഉള്ളതുകൊണ്ട്. ഇതാണ് അതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഹോസ് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് നോക്കുക.
പിന്നെ ഈ ഓക്സി അസറ്റിലീൻ വെൽഡിംഗ് സിസ്റ്റത്തെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹൈ പ്രഷർ ഓക്സി അസറ്റിലീൻ സിസ്റ്റവും അതുപോലെ ലോ പ്രഷർ ഓക്സി അസറ്റിലീൻ വെൽഡിംഗ് സിസ്റ്റവും. അതിൽ ഹൈ പ്രഷർ വെൽഡിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ഹൈ പ്രഷർ സിലിണ്ടേഴ്സാണ് ഇതിൻ്റെ ഓക്സിജൻ്റെയും അസറ്റിലിൻ്റെയും ഹൈ പ്രഷർ സിലിണ്ടറിലാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്. പിന്നെ രണ്ടിൻ്റെയും സിലിണ്ടർ സ്റ്റീൽ സിലിണ്ടറാണ്. ഓക്സിജൻ്റെ സിലിണ്ടറും അതുപോലെ അസറ്റിലിൻ്റെ സിലിണ്ടറും സ്റ്റീൽ കൊണ്ടാണ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അസറ്റിലിൻ്റെ പ്രഷർ 15.5 ബാർ ആൻഡ് പെയിൻറ്റഡ് മെറൂൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ ഓക്സിജൻ്റെ 172.5 ബാർ ആൻഡ് പെയിൻറ്റഡ് ബ്ലാക്ക്. ബോത്ത് ഓക്സിജൻ ആൻഡ് അസറ്റിലിൻ റെഗുലേറ്റർ ഹാവ് സിലിണ്ടർ പ്രഷർ ഗേജ് ആൻഡ് എ വർക്കിംഗ് പ്രഷർ ഗേജ്. നമ്മൾ പറഞ്ഞു ഒരു സിലിണ്ടർ പ്രഷർ ഗേജ് ഉണ്ടാകും, അതുപോലെ വർക്കിംഗ് പ്രഷർ ഗേജും ഡെലിവറി പ്രഷറും അതുപോലെ സിലിണ്ടറിൻ്റെ പ്രഷറും. പിന്നെ ഹോസ് പൈപ്പ് ഫോർ ഓക്സിജൻ ലൈൻ ഈസ് ഗ്രീൻ കളർ. അതുപോലെ അസറ്റിലിൻ്റെ ലൈന് ഹോസിൻ്റെ കളറ് റെഡ് കളറാണ്. വെൽഡിംഗ് ടോർച്ചിൽ വെച്ചാണ് നമ്മൾ രണ്ട് ഇതും കൂടെ മിക്സ് ആവുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ കറക്റ്റ് കോമ്പിനേഷനിലാണ്. പിന്നെ അത് അതിൻ്റെ ടിപ്പിലൂടെയാണ് പുറത്തേക്ക് ഫ്ലെയിം പുറത്തേക്ക് വരുന്നത്. ഇത്രയാണ് ഇതിൽ പറയുന്നത്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ഗ്യാസ് വെൽഡിംഗ്. ഓക്സി അസറ്റിലീൻ ടോർച്ച് മറ്റുള്ള ഇതിന് ഉപയോഗിക്കാം. ബ്രേസിങ്, സോൾഡറിങ്, ഹീറ്റിങ്, ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്, മെറ്റൽ കട്ടിങ്, മെറ്റൽ ക്ലീനിങ്, ഇതെല്ലാം ഈ ഓക്സി അസറ്റിലീൻ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഇതുപോലത്തെ ഓക്സി ഫ്യൂവൽ ഫ്ലെയിമുകൾ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ പറയുന്ന ഒരു അഡ്വാൻറ്റേജ്, ഇറ്റ് ഈസ് പോർട്ടബിൾ ആൻഡ് സ്യൂട്ടബിൾ ഫോർ റിപ്പയർ ഫോർ ഫാബ്രിക്കേഷൻ വർക്ക്. നമ്മൾ എങ്ങോട്ട് എടുത്ത് കൊണ്ടുപോകാം. പിന്നെ ഓക്സി അസറ്റിലീൻ ഫ്ലെയിം ഈസ് ഈസിലി കൺട്രോൾഡ് ആൻഡ് സ്യൂട്ടബിൾ ഫോർ ഷീറ്റ് മെറ്റൽ ഫാബ്രിക്കേഷൻ വർക്ക്. അതർ ആപ്ലിക്കേഷന് വീണ്ടും ഉണ്ട് എന്നാണ് പറയുന്നത്. വെൽഡർ ഹാസ് കൺസിഡറബിൾ കൺട്രോൾ ഓവർ ദ ടെമ്പറേച്ചർ ഓഫ് ദ മെറ്റൽ ഇൻ ദ വെൽഡ് സോൺ. നമ്മളെ ടെമ്പറേച്ചർ കൺട്രോൾ, വെൽഡ് സോണിലെ ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിലാണ് ആ ടോർച്ച് ഇരിക്കുന്നത്. ദ കോസ്റ്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദ ഗ്യാസ് വെൽഡിംഗ് എക്യുപ്മെൻറ്റ് ഈസ് ലോ. കോസ്റ്റ് കുറവാണ്, അതുപോലെ മെയിൻ്റനൻസ് കുറവാണ്. അപ്പോൾ മെയിൻ്റനൻസ് ചാർജും കുറവായിരിക്കും. അതുപോലെ ഗുഡ് വെൽഡ് ക്വാളിറ്റി. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഉള്ളത്. ഡിസഡ്വാൻറ്റേജ് നോക്കാം. കമ്പയറിംഗ് വിത്ത് ആർക്ക് വെൽഡിംഗ്, ഗ്യാസ് വെൽഡിംഗ് ടേക്സ് ലോങ്ങർ ടൈം ഫോർ ദ മെറ്റൽ ടു ഹീറ്റ്. കാരണം ഭയങ്കര സ്പീഡ് കുറവാണ്, അല്ലെങ്കിൽ വെൽഡിംഗ് സ്പീഡ് കുറവാണ്, അല്ലെങ്കിൽ ടൈം കൂടുതലാണ്, നമുക്ക് എങ്ങനെയും പറയാം. ഗ്യാസ് വെൽഡിംഗ് റിസൾട്ട് ഇൻ ലാർജർ ഹീറ്റഡ് എഫക്റ്റഡ് ഏരിയ, ഇൻക്രീസ് ദ ഗ്രെയിൻ ഗ്രോത്ത്, ഡിസ്റ്റോഷൻ ആൻഡ് ലെസ് കൊറോഷൻ റെസിസ്റ്റൻസ്. ഹീറ്റ് എഫക്റ്റഡ് ഏരിയ കൂടുതലായ കാരണം ഇൻക്രീസ്ഡ് ഗ്രെയിൻ ഗ്രോത്ത് സംഭവിക്കും, അതുപോലെ ഡിസ്റ്റോഷൻ സംഭവിക്കും, അതുപോലെ കൊറോഷൻ റെസിസ്റ്റൻസ് കുറവാണ്. കൊറോഷൻ്റെ റെസിസ്റ്റൻസ് കുറവാണ്, അപ്പോൾ കൊറോഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്, ഓക്സിഡേഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്സിജൻ ആൻഡ് അസറ്റിലീൻ ഗ്യാസ് ആർ എക്സ്പെൻസീവ്. സ്കിൽഡ് ഓപ്പറേറ്റർ ഈസ് റിക്വയർഡ്. നോട്ട് സ്യൂട്ടബിൾ ഫോർ ജോയിനിങ് ഹെവി സെക്ഷൻസ്. ഗ്യാസ് ഹാൻഡ്ലിംഗ് റിക്വയർസ് എ ലോട്ട് ഓഫ് സേഫ്റ്റി പ്രിക്കോഷൻസ്. ഇനി ഓക്സി അസറ്റിലീൻ വെൽഡിംഗ് ഫ്ലെയിമിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ഏരിയ ഉണ്ട്. പ്രൈമറി കമ്പഷൻ സോണും അതുപോലെ സെക്കൻഡറി കമ്പഷൻ സോണും. അതിൽ രണ്ട് കെമിക്കൽ റിയാക്ഷനാണ് ശരിക്കും നടക്കുന്നത്. ഫസ്റ്റ് നമ്മളെ സിലിണ്ടറിനകത്തുള്ള രണ്ട് ഗ്യാസുകൾ, ഒന്ന് അസറ്റിലീൻ ഗ്യാസും പിന്നെ ഓക്സിജനും, അസറ്റിലീൻ ഫ്യൂലും ഓക്സിജൻ ഗ്യാസും, അത് രണ്ടും കൂടെ കെമിക്കൽ റിയാക്ഷൻ C2H2+O2 gives 2CO, 2 കാർബൺ മോണോക്സൈഡ് +H2 കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അതിൻ്റെയോടൊപ്പം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സോതെർമിക് റിയാക്ഷനാണ്. ഹീറ്റും കൂടെ പുറത്തേക്ക് വിടും, ഹീറ്റും കൂടെ നമുക്ക് കിട്ടും. ആ ഹീറ്റാണ് ഇവിടുത്തെ ഇതായിരിക്കും കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റായിരിക്കും കൂടുതൽ. ഇതാണ് പ്രൈമറി കമ്പഷൻ സോണിലെ ഇതായിട്ട് ഇന്നർ സോണിൽ ആ റെഡ് മാർക്കിൽ കാണിച്ചിട്ടുള്ള ആ ഫ്ലെയിമായിട്ട് കാണിച്ചത്. ഇന്നർ സോൺ ഈസ് ദ പ്രൈമറി കമ്പഷൻ സോൺ ഈസ് ദ ഹോട്ടസ്റ്റ് പാർട്ട് ഓഫ് ദ ഫ്ലെയിം. ദ വെൽഡിംഗ് ഷുഡ് ബി പെർഫോംഡ് so as the point of inner zone should be just above the joint edges. അത് കാരണമാണ് ശരിക്ക് നമ്മളെ മെറ്റൽ ഇതൊക്കെ ഉരുകാവുന്ന ഒരു അവസ്ഥയിലേക്ക്, അത്രയും ടെമ്പറേച്ചർ ആ ഒരു സോൺ അല്ലെങ്കിൽ പ്രൈമറി കമ്പഷൻ സോണിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ സോൺ എന്ന് പറഞ്ഞാൽ ഔട്ടർ സോണ്, അഥവാ സെക്കൻഡറി കമ്പഷൻ സോണ്. അവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കാർബൺ മോണോക്സൈഡാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ആ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ആ കാർബൺ
മോണോക്സൈഡും ഹൈഡ്രജനും കൂടെ അന്തരീക്ഷത്തിലുള്ള ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്ന് അത് CO2 കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് H2O ആയി മാറും. ഈ ഒരു പ്രോസസ്സിലും അതും എക്സോതെർമിക് പ്രോസസ്സാണ്. അപ്പോഴും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, ഹീറ്റ് പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യും. ആ ഹീറ്റ് നേരത്തെ അത്ര വരില്ല, പക്ഷെ ആ ഹീറ്റും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് സെക്കൻഡറി കമ്പഷൻ സോണിന് 2 ഫങ്ഷൻസ് ഉണ്ട്. ഒന്ന്, പ്രീ ഹീറ്റ് ദ ജോയിൻറ്റ്സ്. നമ്മൾ വെൽഡിങ് ചെയ്യുന്നതിന് മുന്നേ ആ വെൽഡഡ് ഏരിയ മുഴുവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഓക്സിഡേഷനെ തടഞ്ഞു നിർത്തുന്നത്, കാരണം അവിടേക്ക് ഓക്സിഡേഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓക്സിഡേഷനെ തടഞ്ഞു നിർത്തുന്നത് ആ ഒരു സെക്കൻഡറി കമ്പഷൻ സോൺ. പ്രിവെൻറ്റ്സ് ഓക്സിഡേഷൻ ബൈ യൂസിങ് സം ഓഫ് ദ സറൗണ്ടിങ് ഓക്സിജൻ ഫ്രം ദ വെൽഡ് പൂൾ ഫോർ കമ്പഷൻ ആൻഡ് ഗിവ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ വേപ്പർ. അവിടുന്ന് കാർബൺ മോണോക്സൈഡ്, ഓക്സിജൻ ഇത് ഈ കെമിക്കൽ റിയാക്ഷനിലേക്ക് അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനെ ഈ കെമിക്കൽ റിയാക്ഷനിൽ യൂട്ടിലൈസ് ചെയ്യുന്നതുകൊണ്ട് CO2 H2O ആയി മാറുന്നതുകൊണ്ട് അവിടെ ഓക്സിഡേഷൻ നടക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു സെക്കൻഡറി കമ്പഷൻ സോണാണ്. ഇനി ടൈപ്സ് ഓഫ് വെൽഡിങ് ഫ്ലെയിമിൻ്റെ ഇതിൽ നമ്മൾ പറഞ്ഞു 2 ഗ്യാസ്, അസറ്റിലീൻ ഗ്യാസും അതുപോലെ ഓക്സിജനും. അതിൻ്റെ അതിലെ റേഷ്യോ, അതിലെ എമൗണ്ടിനനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ കോമ്പോസിഷൻ അനുസരിച്ച് ഇതിൻ്റെ ഫ്ലെയിമുകൾക്ക് മാറ്റം വരാം. 3 ടൈപ്പ് ഫ്ലെയിമാണ് വരുന്നത്: ന്യൂട്രൽ ഫ്ലെയിം, കാർബറൈസിങ് ഫ്ലെയിം, ഓക്സിഡൈസിങ് ഫ്ലെയിം. ന്യൂട്രൽ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ അതിലെ ഓക്സിജൻ്റെ അളവും അസറ്റിലീൻ്റെ അളവും സെയിം ആയിരിക്കും. കാർബറൈസിങ് ഫ്ലെയിം എന്ന് പറഞ്ഞാൽ അതിൽ അസറ്റിലീൻ്റെ അളവ് കൂടുതലായിരിക്കും, എക്സസ് അസറ്റിലീൻ ആയിരിക്കും. ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറഞ്ഞാൽ എക്സസ് ഓക്സിജൻ ആയിരിക്കും. അതിൻ്റെ ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. അതിൽ കാർബറൈസിങ് ഫ്ലെയിമിൽ 3 പാർട്ട് ഉണ്ടാവും, ഒരു എക്സ്ട്രാ ഫെദർ കൂടെ ഉണ്ടാവും. അതാണ് ഇത്. പിന്നെ അതിൻ്റെ ഇത് നേരോ ആവുന്നു, തിന്നാവുന്നു, അതുപോലെ നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യാം. ന്യൂട്രൽ ഫ്ലെയിം നമ്മൾ പറഞ്ഞു ഈക്വൽ ക്വാണ്ടിറ്റി ആണെന്ന്. ഇറ്റ് ഹാസ് ആൻ ഇന്നർ ലൂമിനസ് കോൺ ആൻഡ് ആൻ ഔട്ടർ എൻവലപ്പ് ഓഫ് ബ്ലൂയിഷ് കളർ. ഔട്ടർ എൻവലപ്പ് ബ്ലൂയിഷ് കളറാണ്. It is characterized by hissing sound and is the most used flame in both welding and cutting of the metals. This flame is used for welding the most common metals like steel, cast iron, stainless steel, copper, aluminum. മിക്ക കേസിലും നമ്മൾ ന്യൂട്രൽ ഫ്ലെയിമാണ് മിക്ക മെറ്റലിനും ഉപയോഗിക്കുക. അതിൽ ഏകദേശം പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ 3200 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ന്യൂട്രൽ ഫ്ലെയിം. കാരണം ഓക്സിജനും അസറ്റിലീൻ്റെയും എമൗണ്ട് സെയിം, അതിനോടാണ് ന്യൂട്രൽ എന്ന് പേര് വന്നത്. ഓക്കെ. ഇനി രണ്ടാമത്തേതാണ് കാർബറൈസിങ് ഫ്ലെയിം. കാർബറൈസിങ് എന്ന് പറഞ്ഞാൽ അതിൽ കാർബൺ കണ്ടൻറ്റ് വരുന്നത് C2H2, അസറ്റിലീൻ്റെ എമൗണ്ട് എക്സസ് ആവുന്നതിനാണ്, അപ്പോഴാണ് അതിനെ കാർബറൈസിങ് ഫ്ലെയിം എന്ന് പറയാം. അതിൽ 3 സോണുണ്ട്. ബിറ്റ്വീൻ ദ ലൂമിനസ് കോൺ ആൻഡ് ദ ഔട്ടർ ബ്ലൂയിഷ് എൻവലപ്പ് ദർ ഇസ് അനദർ കോൺ ഹാവിങ് വൈറ്റിഷ് കളർ. വെള്ള കളറിലൊരു നടുക്കൊരു നേരത്തെയൊക്കെ 2 ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഇന്നർ സോണും ഒരു ലൂമിനസ് കോണും അതുപോലെ ഒരു ഔട്ടർ, അതിൻ്റെ ഇടയിൽ ഒരു വൈറ്റിഷ് കളറിലുള്ള ഒരു സോണും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. ദ കാർബറൈസിങ് ഫ്ലെയിം ഡസ് നോട്ട് കംപ്ലീറ്റ്ലി കൺസ്യൂം അവൈലബിൾ കാർബൺ, ദെർഫോർ ഇറ്റ്സ് ബേണിംഗ് ടെമ്പറേച്ചർ ഈസ് ലോവർ. ടെമ്പറേച്ചർ കുറയാൻ കാരണമാവുന്നത് കംപ്ലീറ്റ്ലി ബേൺ ആവാത്തതുകൊണ്ടുള്ള കിടക്കുന്ന കാർബണാണ്. ദിസ് ഫ്ലെയിം ഈസ് യൂസ്ഡ് ഇൻ വെൽഡിംഗ് മോണൽ മെറ്റൽ, നിക്കൽ, ഹൈ കാർബൺ സ്റ്റീൽ, അലൂമിനിയം അലോയ്സ്. ഇത് ഈ ടൈപ്പ് മോണൽ മെറ്റൽ, നിക്കൽ, ഹൈ കാർബൺ സ്റ്റീൽ, അലൂമിനിയം അലോയ്സിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ആണ് മറ്റേൽ വന്ന് ന്യൂട്രൽ ഫ്ലെയിമിൽ വന്നത് 3200 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. എന്നാൽ ഇവിടെ കാർബറൈസിങ് ഫ്ലെയിമിൽ ഏകദേശം ഒരു 3000 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ടെമ്പറേച്ചർ വരുന്നുള്ളൂ. ഇനി ഓക്സിഡൈസിങ് ഫ്ലെയിമിൽ പേരിൽ തന്നെ വ്യക്തമാണ്, ഓക്സിജൻ ആണ് എക്സസ് അതിന് ആണ് നമ്മൾ പേര് ചെയ്തിട്ടുള്ളത്. ഇവിടെ അസറ്റിലിനേക്കാളും ഓക്സിജൻ്റെ അളവാണ് കൂടുതലുള്ളത്. ഇറ്റ് ഈസ് സിമിലർ ടു ന്യൂട്രൽ ഫ്ലെയിം ബട്ട് ദ ഇന്നർ കോർ ഈസ് ലെസ് ലൂമിനസ് ആൻഡ് ഷോർട്ടർ. കുറച്ചുകൂടെ ചെറുതാണ്, പക്ഷേ കാരണം ഇവിടെ 2 സോണേ ഉള്ളൂ, ഇന്നർ സോണും ഔട്ടർ സോണും. അതിൽ ഇന്നർ കോണും ഔട്ടർ കോണും. പക്ഷേ കുറച്ചുകൂടെ ചെറുതാണ്, അതുപോലെ നാരോ ആണ് ഔട്ടർ എൻവലപ്പ്. This flame has an oxidizing effect on metals, therefore it is useful only for the welding of brass, bronze and brazing of zinc coated sheets. എന്നാൽ ഇതിൽ ഇവിടെ ഓക്സിജൻ്റെ അളവ് കൂടുതലായ കാരണം ഇത് ഇവിടെ ഓക്സിഡേഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബ്രാസ്, ബ്രോൺസ്, ബ്രേസിങ്
ഓഫ് സിങ്ക് കോട്ടഡ് ഷീറ്റ് ഇതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ ടെമ്പറേച്ചറാണ് ഏറ്റവും കൂടുതലുള്ള ടെമ്പറേച്ചർ. 3400 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ വരാം. ഇനി ഗ്യാസ് വെൽഡിംഗ് ടെക്നിക്ക്, നമ്മൾ എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ ഫില്ലർ റോഡും റൈറ്റ് സൈഡിൽ നമ്മളെ ടോർച്ചുമാണ്, വെൽഡിംഗ് ടോർച്ചുമാണ് പിടിക്കുക. അങ്ങനെയാണ് നമ്മൾ അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് ലെഫ്റ്റിലേക്കാണോ വെൽഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ റൈറ്റിലേക്കാണോ വെൽഡ് ചെയ്യുന്നത്, അതിനനുസരിച്ചാണ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ലെഫ്റ്റിലേക്കാണെങ്കിൽ അതിനെ ലെഫ്റ്റ് വാർഡ് വെൽഡിംഗ് എന്നും പറയും, അല്ലെങ്കിൽ ഫോർവേഡ് വെൽഡിംഗ് എന്ന് പറയും. അതുപോലെ റൈറ്റ് സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ വെൽഡ് ചെയ്യുന്നത് റൈറ്റ് വാർഡ് ഓർ ബാക്ക് വാർഡ് വെൽഡിംഗ് എന്ന് പറയും. അതിൻ്റെ ഫിഗറാണ്, അതിൻ്റെ ആംഗിളും കൂടെ ശ്രദ്ധിക്കുക. ഫില്ലർ റോഡിൻ്റെ ആംഗിൾ ലെഫ്റ്റ് വാർഡിൽ 30 to 40 ഡിഗ്രിയും വെൽഡിംഗ് ടോർച്ചിൻ്റെ 60 to 70 ഡിഗ്രിയാണ്. ഇനി റൈറ്റ് വാർഡിൻ്റെ ആംഗിൾ, ഫില്ലർ റോഡിൻ്റെ ആംഗിൾ സെയിം ആണ്, വെൽഡിംഗ് ടോർച്ചിൻ്റെ ആംഗിൾ 40 to 50 ഡിഗ്രിയാണ്. ലെഫ്റ്റ് വാർഡ് വെൽഡിങ്ങിനെ കുറിച്ച് പറയുന്നത് ടുവാർഡ്സ് ലെഫ്റ്റിലേക്കാണ്, അതിന് ഫോർവേഡ് അല്ലെങ്കിൽ ഫോർ ഹാൻഡ് ടെക്നിക് എന്ന് പറയും. ആ ആംഗിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വർക്ക് പീസ് ആയിട്ടുള്ള ആംഗിളാണ്. ആപ്ലിക്കേഷൻ മൈൽഡ് സ്റ്റീൽ അപ് ടു 5 mm തിക്ക്, കാരണം കനം കുറഞ്ഞ മെറ്റലിനാണ് ലെഫ്റ്റ് വാർഡ് വെൽഡിങ് ഉപയോഗിക്കുക. ഓൾ മെറ്റൽസ് ബോത്ത് ഫെറസ് ആൻഡ് നോൺ ഫെറസ്, കാരണം ഇതിൽ പെനട്രേഷൻ്റെ അളവ് കുറവായിരിക്കും, അപ്പോൾ ഡെപ്പോസിഷൻ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇത് കനം കുറഞ്ഞ അല്ലെങ്കിൽ തിക്നെസ് കുറഞ്ഞ വെൽഡിങ്ങിന് ഉപയോഗിക്കുന്നത്. ഇനി റൈറ്റ് വാർഡ് വെൽഡിങ് ആംഗിൾ നമ്മൾ പറഞ്ഞു, ടുവേർഡ്സ് റൈറ്റിലേക്ക്, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ടുവേർഡ്സ് റൈറ്റിലേക്ക് വെൽഡ് ചെയ്യുമ്പോഴാണ് അതിനെ റൈറ്റ് വാർഡ് വെൽഡിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ 5 mm കൂടുതലുള്ള തിക്നെസ് കൂടുതലുള്ള ഇതിനാണ് നമ്മൾ ഈ റൈറ്റ് വാർഡ് വെൽഡിങ് ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത് ഗ്യാസ് വെൽഡിങ്ങിൽ. ഓക്കെ, താങ്ക് യു.